ആക്ച്വലി എൻ്റെ കസിൻസ് ഉണ്ട് കാനഡയിൽ നിന്ന് വന്നത്. ഇവിടെ ഒരാളുണ്ട്. നിന്റെ പേരെന്താന്ന് പറഞ്ഞു? യാ. അപ്പോൾ എൻ്റെ മാമിയുണ്ട്, പാപ്പനുണ്ട്, എൻ്റെ അപ്പാപ്പനും മാമിയുണ്ട്, എല്ലാവരും ഉണ്ട്. സോ നമ്മളിപ്പോൾ ആക്ച്വലി എങ്ങോട്ട് വന്നാണ് ചോദ്യം? ഈ സ്ഥലത്തിൻ്റെ പേരെന്തൊക്കെ? നമ്മളിപ്പോൾ കള്ള് ഷാപ്പിന് വന്നേക്കുവാണ്. സോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലാണിപ്പോൾ. സോ ഇവരായിട്ടുള്ളൊരു വീഡിയോ ആണിത്. റൈറ്റ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് സാധാരണ കള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2 ബോട്ടിൽ കള്ളാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നിന്നിട്ടുള്ള ഇവിടെ എവിടെ വെള്ളം ഉണ്ടല്ലേ? ഇവിടെ കുറേ വെള്ളം ഉണ്ടോ? സോ ഗൈസ് ഇവിടെ ആക്ച്വലി ഇങ്ങനെ കുറേ വെള്ളമുണ്ട്. കായലാണത്, ബീച്ചല്ല. എനിക്കറിയില്ല. കുറേ ബീച്ചല്ല തോന്നുന്നു, കായൽ പോലെ ഒരു സ്ഥലം കുറേ ഉണ്ട്. പിന്നെ വേറെ എന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക. പാം ട്രീസാ? എവിടെയാ? ഇതാണോ നീ പറയണേ? പിന്നെ ആ ബ്രിഡ്ജ്. ഇഷ്ടമായി നിനക്ക്? ആദ്യമായിട്ടാണ് കള്ള് ഷാപ്പിൽ വരുന്നത്. നീ ആദ്യമായിട്ട് കള്ള് ഷാപ്പിൽ വരുന്നത്? അവൾ ആദ്യമായിട്ടാണ് കള്ള് ഷാപ്പിൽ വരുന്നത്. ബിക്കോസ് അവള് ഫുള്ള് അവള് കാനഡയിലാണ്. ബെസ്റ്റ് വീണ. ഓക്കെ, അവള് കാനഡയിലാണ്. അപ്പോൾ അവളിപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് കള്ള് ഷാപ്പിൽ വരുന്നത്. വീണ എവിടെ എന്നിട്ട് പറ്റിയേ? അഴുക്കായ കയ്യില് മാത്രമേ ഗായ്സ്. പാവം കൊച്ച് അവളിവിടെ വീണ് പോയി. എന്നിട്ടിപ്പോൾ വീണിട്ട് അവളുടെ അമ്മയുടെ അടുത്ത് പോവാ. നീന്ത് പോവാത്തവാ? ഓ, പട്ടീനെ കണ്ട് പേടിച്ചിരിക്കുക. ഇനി ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഭാഗത്ത് ഫുഡ് ഐറ്റംസും കള്ളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഇവള് വീണു. പിന്നെ ഇവിടെ വന്നു വീണ ഷാർവച്ചോടി ഉണ്ട്. സോ എന്നാലും ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സോ അങ്ങനെ നമ്മൾ മെനുവൊക്കെ നോക്കി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. ആൻഡ് ഫസ്റ്റ് തന്നെ ഈ ഒരു കുഞ്ഞൊരു ചെമ്മീൻ്റെ ഒരു കറിയാണ് വന്നത്. ഇതിൽ ചെമ്മീൻ അല്ലെങ്കിൽ പ്രോൺസ് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു പ്രോൺസ് ആയിരുന്നു. പിന്നെ നമുക്ക് മീൻ മുട്ട ഉണ്ടായിരുന്നു. ചിക്കൻ്റെ കറി ഫസ്റ്റ് കഴിച്ചു. ഭയങ്കര എരിവാണ്. നമ്മൾ നോൺ വെജ് ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര എരിവാണ് ഫസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് കള്ളൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ ഈ മീൻ മുട്ടയാണ് കഴിച്ചത്. ആൻഡ് അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ചെമ്മീൻ കഴിച്ചു. ആൻഡ് ചെമ്മീൻ അത്യാവശ്യം സ്പൈസി ആയിരുന്നു. പിന്നെ നമുക്ക് കപ്പയും മീൻ കറിയും. അതൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡുവോ ആണ്, ഒരു കോംബോ ആണ്. സോ ഫസ്റ്റ് കപ്പ തന്നെ കഴിച്ചു. ഞാൻ കപ്പ തന്നെ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മീൻകറിയുടെ കൂടെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ 65 ആണ് കഴിച്ചത്. അത് ഷാപ്പിലെ കറികൾ അങ്ങനത്തെ ഒരു ഐക്കോണിക് സാധനമല്ല, ബട്ട് എന്നാലും അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി കപ്പയും മീൻ കറിയും എടുത്തു, കാരണം അതെനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. പിന്നെ വന്ന കാടമുട്ടയായിരുന്നു കേട്ടോ. സോ ഇത് വെറുതെ കഴിക്കുമ്പോൾ ജസ്റ്റ് കാടമുട്ട തന്നെയാണ്, പക്ഷേ ആ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ബട്ട് ഗ്രേവി കൂട്ടി കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് അത് കഴിഞ്ഞിട്ട് വന്നത്. ഞണ്ട് അല്ലെങ്കിൽ ക്രാബാണ് വന്നത്. സോ ആക്ച്വലി എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം മസാലയായിരുന്നു, ബട്ട് എന്നാലും എനിക്കിത് ഇഷ്ടമായി. വീഡിയോ എടുത്തപ്പോൾ സ്കേറി അല്ലേ? ആക്ച്വലി ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പേ ബോട്ട് കെട്ടിട്ടേക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വേറെ കസിൻ നദാനിയാണ്, പക്ഷെ അവൻ്റെ 50 ആൾ വിളിക്കുന്നത്. അത് ഹായ് പറഞ്ഞേ. കള്ള് ഷാപ്പിന് പേര് ഞാൻ മുമ്പ് പറഞ്ഞോന്ന് അറിയില്ല, ബട്ട് ഇത് ഏണമാവ് കള്ള് ഷാപ്പാണ്. അപ്പോൾ ബേസിക്കലി ഞങ്ങളിവിടെ ചുമ്മാ ലൈക്ക് മാമ അവരുടെ കാനഡയിൽ വന്നുകൊണ്ട് അവർക്ക് ഇങ്ങനെ കുറച്ച് ഷാപ്പിലെ കറികളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവിടെ വന്ന ആക്ച്വലി നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഫുഡും അത്ര കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല ബ്രിഡ്ജുണ്ട്, അതുകൂടാതെ കായലൊക്കെ ഉണ്ട്. എവിടെ ഇപ്പം എവിടെ സ്ഥലം? ബ്രിഡ്ജാ? സോ ഗൈസ് ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിൽ കുറേ വണ്ടികളും കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സോ അതാണ് പ്രശ്നം, ആകെ കൂടിയുള്ള പ്രശ്നമാണ്. ബട്ട് ഇവിടെ നിൽക്കാൻ അച്ഛൻ നേരം ഇതാണ് എൻ്റെ മാമ. ആൾക്ക് ആക്ച്വലി യൂട്യൂബ് ചാനലുണ്ട്, പക്ഷെ ആളതിൽ ഷോർട്സും അല്ല എനിക്ക് കൂടുതൽ വെച്ചത്. പക്ഷെ ആള് കുറേ ഷോർട്സാണ് ഇടാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കിക്കോ. അതിൻ്റെ പേരാണ് ക്യാൻ ഇന്ത്യ ഫാമിലി. അല്ല ആക്ച്വലി അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം.
മാമിക്ക് സബ്സ്ക്രൈബർ കൂടെ ഇപ്പോൾ ഞങ്ങൾ മറ്റു സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വളരെ ബുദ്ധിമുട്ടാണ് നടക്കാൻ, ബിക്കോസ് എപ്പോഴും ഇങ്ങനെ ഒരു സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഷാർലറ്റിന് ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോയിട്ട് എന്നിട്ടാന്ന് നോക്കാൻ. സോ അതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. വ്ളോഗർ മേമ ആൾക്കാർ ഫിഷ് ചെയ്യുന്നത് കാണാം. അവിടെ പോകാൻ പറ്റില്ല ഗൈസ്. മാം നമ്മളെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് അവിടെ റോഡാണ്, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം. ബട്ട് ഷാർലറ്റിന് അങ്ങോട്ട് പോകണം. ഇനിയിപ്പോൾ അതിനെ വാശി പിടിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വണ്ടി വന്നത് നമ്മളെല്ലാവരും കൂടി ഇന്ന് സൈഡിലേക്ക് പോകണം. അതുകൂടാതെ കുറേ സ്കൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഈ ബ്രിഡ്ജ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ അടുത്തൊരു ഫാം ഉണ്ടായിരുന്നു, ബന്ധു. സോ നമ്മളിവിടെ ഫാമിലേക്ക് ജസ്റ്റ് വന്നതാണ്. നമ്മൾ ആക്ച്വലി ഇറങ്ങിയിട്ടൊന്നുമില്ല. അമ്മയും അമ്മമ്മയും മാത്രം അല്ല, അമ്മ അപ്പാപ്പന് മാത്രം പോയി അമ്മ അപ്പാപ്പനെ മാത്രം പോയി നീങ്ങി വന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ വണ്ടിക്ക് നമ്മൾക്കുള്ള സ്വന്തം വ്ളോഗ് ചെയ്യാനാ ഗൈസ്. പക്ഷെ ഒരു സമാധാനം തരുന്നില്ല. ഞങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്യൂസ് കിട്ടാൻ നല്ല തല്ലോട്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ 10 രൂപയ്ക്ക് ഞാനും ഷാർലറ്റും മേടിച്ചു തന്നു. ഞാനൊരു മേടിച്ചു, പക്ഷെ ഒരെണ്ണം അമ്മാമ്മയും അമ്മയും കൂടി തീർത്തു. 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ രണ്ടും ഒന്ന് ഷെയർ ചെയ്യാണ്. എന്തൊക്കെ തല്ലോട്ടായി. പഴയ നമുക്ക് ജ്യൂസ് കിട്ടും. കുടിയാണൊന്നും പറയത്തില്ല. അമ്മയും അപ്പാപ്പനും പോയിട്ട് കുറച്ച് ഓർഗാനിക് ഗീ ഒക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോകുന്ന വഴി കുറേ പാടങ്ങളും എല്ലാം ക്രോസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു റൂട്ട് തന്നെയായിരുന്നു. ആൻഡ് അവരുടെ ആ പാട്ടൊക്കെ കേട്ട് ഇന്നത്തെ ദിവസം അവസാനിച്ചു. സോ ടാറ്റ, ബൈ ബൈ ആൻഡ് സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.